الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. ആദരണീയരായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് അവർകളെ, നമ്മുടെ ഈ പരിപാടിയിലെ അധ്യക്ഷൻ, നമ്മുടെ നാടിൻ്റെ പ്രഗത്ഭ നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട ബാലത്തിൽ ബാപ്പു സാഹിബ് അവർകളെ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി അവർകളെ, ഇവിടെ ഉത്ബോധന പ്രസംഗം നടത്താൻ വേണ്ടി ജാമിയ നൂരിയയിൽ നിന്ന് എത്തിച്ചേർന്ന OT മുസ്തഫ ഫൈസി മൂടിക്കോട്, പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്ന ഡോക്ടർ റാഷിദ് ഗസാലി അവർകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേജിലും ഓഫ് ദി സ്റ്റേജിലുമായി ഉള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ബറാത്ത് രാവ് എന്ന് പറയുന്ന വളരെ പുണ്യമേറിയ ഒരു രാത്രിയിലാണല്ലോ നമ്മൾ ഈ വൈജ്ഞാനിക സദസ്സിൽ ഒരുമിച്ച് കൂടിയത്. നമ്മളെല്ലാവരും നമ്മുടെ മുൻഗാമികളിൽ നിന്ന് ശീലിച്ച അതിപ്രധാനപ്പെട്ട ശീലമാണ് ഇൽമിലും ഇബാദത്തിലുമായി ദീർഘായുസ് ലഭിക്കാൻ, ഹലാലായ റിസ്ക് വിശാലമായി കിട്ടാൻ, ഖാത്തിമത്ത് നന്നായി കിട്ടാൻ എന്നിങ്ങനെ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ നെയ്യത്ത് ചെയ്തുകൊണ്ട് യാസീൻ ഓതും. തുടർന്ന് നമ്മൾ സൂറത്തു ദുഖാൻ പാരായണം ചെയ്യും. അതിനു പുറമെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് തുടങ്ങിയ ദിക്റുകൾ നമ്മൾ ചൊല്ലും. ഇങ്ങനെയൊക്കെ ഒരുപാട് കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് വളരെ അനുഗ്രഹീതമാകുന്ന ഒരു രാത്രിയാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, പടച്ചവനെ ഈ പുണ്യരാവിന്റെ എല്ലാ പുണ്യവും നേടാൻ ഭാഗ്യം ലഭിച്ച മോമിനീങ്ങളിൽ, മോമിനാത്തുകളിൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. മുസ്തഫ ഫൈസി ഉസ്താദ് അവർകളും അതുപോലെ റാഷിദ് ഗസാലി ഡോക്ടർ സാഹിബ് അവർകളുമൊക്കെ പ്രധാനപ്പെട്ട പ്രസംഗം നടത്താൻ വേണ്ടി തന്നെ ഇവിടെയുണ്ട്. ബാലത്തിൽ ബാപ്പു സാഹിബുമായിട്ട് വളരെ മുമ്പേ പരിചയം ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പരിപാടിയുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോ ഞാനും ആലോചിച്ചു. എനിക്ക് തോന്നുന്നത് ഈ അൽ അൻസാർ എന്ന സ്ഥാപനം ആരംഭിച്ചിട്ട് 4 പതിറ്റാണ്ടായിട്ടുണ്ടാകും അല്ലെ? അപ്പൊ ഒരു 40 കൊല്ലം മുമ്പ് ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ കേവലം 2.5 കിലോമീറ്റർ മാത്രം ദൂരത്ത് താമസിക്കുന്ന ഞാന് ഈ 40 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് വരുന്നത്. എന്തേ ഇതുവരെ വരാൻ സാധിക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയിൽപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ കേരളത്തിലെ ഒരു രാജാവ് ചന്ദ്രൻ പിളർന്ന സംഭവം നേരിട്ട് കണ്ട് ആ സംഭവത്തിന്റെ വസ്തുതകൾ അറേബ്യയിൽ നിന്ന് സിലോണിലേക്ക് കച്ചവടാവശ്യാർത്ഥം പോകുന്ന അറബികൾ
കൊടുങ്ങല്ലൂരിൽ രാജാവിന്റെ അതിഥികളായി അവിടെ ഏതാനും ദിവസം കഴിച്ചു കൂട്ടിയപ്പോ രാജാവ് അവരോട് താൻ ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടു, നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കച്ചവടക്കാരാണ് മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ആ പ്രവാചകൻ ജനങ്ങളെ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത്, ഐക്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, സൗഹാർദ്ദത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, സർവോപരി മനുഷ്യത്വത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, എല്ലാ തിന്മകളെയും നിരാകരിക്കുന്ന ഒരു പ്രവാചകരാണ് അദ്ദേഹം. ഞങ്ങളെയൊക്കെ ക്ഷണിച്ചപ്പോൾ ഞങ്ങളതിൽ കൂടി. ചിലരൊക്കെ പറഞ്ഞു കൂടാൻ സമയമായിട്ടില്ല, ഞങ്ങൾക്ക് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കണം, ഈ പൂർണ്ണചന്ദ്രനെ പിളർത്തി കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കൂടാം എന്ന് പറഞ്ഞവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രവാചകർ അവരോട് ചോദിച്ചു, അഥവാ ഞാൻ ദൈവം തമ്പുരാനോട് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട ഈ അഭ്യർത്ഥന മുന്നോട്ട് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സാധിപ്പിച്ച് തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു തീർച്ചയായും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, എന്റെ കഴിവിൽപ്പെട്ട കാര്യമൊന്നുമല്ല, പക്ഷേ എന്നെ നിങ്ങളിലേക്ക് അയച്ച പ്രപഞ്ച സൃഷ്ടാവിനോട് ഞാൻ ഈ കാര്യം പറയാം. ആ പ്രപഞ്ച സൃഷ്ടാവ് അത് അനുവദിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വിശ്വസിക്കും എന്നാണല്ലോ പറഞ്ഞത്. പ്രവാചകര് ആ ചന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടി, അതാ ചന്ദ്രൻ പിളരുകയാണ്. പക്ഷേ വിശ്വസിക്കാം എന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിച്ചില്ല. അത് പണ്ടേ അങ്ങനെയാണ്. തങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങള് ഒരിക്കലും നടക്കൂല എന്ന് അവര് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് അത് നടന്നാ പോലും അപ്പോ അതിനെ സംബന്ധിച്ച് മറ്റ് ദുർവ്യാഖ്യാനങ്ങൾ നൽകും. അതേ സൂറത്ത് തന്നെ പറയാ, ഇത് കണ്ടാലും അതെല്ലാം മായാജാലമാണ്, മാജിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകാത്ത സത്യനിഷേധികളുടെ കാലഘട്ടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്ന സംഭവം കണ്ട് മക്കയിലേക്ക് പോയി എന്ന് മാത്രമല്ല, പണ്ടൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലെത്തിയ ബസ്സിൽ ഇങ്ങനെ ഇഞ്ചിമുട്ടായി എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പണ്ടോന്ന് അറിയില്ല, ഇപ്പൊ അടുത്ത കാലത്തൊന്നും ബസ്സിൽ യാത്ര ചെയ്യാത്തത് കൊണ്ട് അറിയൂല. എന്നാൽ മലിക്കുൽ ഹിന്ദി ജറത്തൻ മിൻ സഞ്ചബീലിൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഇമാം ഹാക്കിമുൻ നൈസാബൂരി തന്റെ അൽ മുസ്തദ്റക് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇന്ത്യയിലെ രാജാവ് മക്കത്ത് വന്നപ്പോ ഞങ്ങൾക്ക് നല്ല ഇഞ്ചി മുറബ്ബയുമായിട്ടാ വന്നത്. ആ ഇഞ്ചി മുറബ്ബ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എനിക്കും കുടുംബത്തിനും മാത്രം ഗിഫ്റ്റായി തന്നതാണ് എന്ന് പറഞ്ഞ് മെല്ലെ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടേയൊക്കെ അല്ല ചെയ്തത്. ആ ഇഞ്ചി മുറബ്ബയുടെ ബോക്സ് അന്നേരം തന്നെ അൺബോക്സ് ചെയ്തിട്ട് സഹാബാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഞ്ചി മുറബ്ബയുടെ പീസ് കൊടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് രാജാവ് വിശ്വാസിയായി മാറിയതിന്റെ കാരണം ഈ ചന്ദ്രൻ പിളർന്ന സംഭവമാണ് എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവം തന്നെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ശഅബാൻ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എണ്ണുന്ന സ്ഥലത്ത് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായത് ശഅബാൻ മാസത്തിലാണ്. കേരളത്തിലെ രാജാവ് ചേരമാൻ പെരുമാളാണോ പള്ളിവാണ പെരുമാളാണോ എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ രാജാവിന്റെ പേരിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സംഭവത്തെ പറ്റി ആർക്കും തർക്കമില്ല. ആ രാജാവ് ഈ സംഭവം കണ്ടത് നമ്മുടെ നാട്ടിൽ വെച്ച് ശഅബാൻ മാസത്തിലാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിന് പല പ്രത്യേകതയും ഉണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, നമ്മുടെ നാട്ടില് ഗ്രൂപ്പിസം വളരെ ശക്തമാണ്. നമ്മുടെ നാട്ടില് രാഷ്ട്രീയത്തിന്റെ തീവ്രത വളരെ കൂടുതലാണ്. വർഗീയതക്ക് മാത്രമേ തീവ്രത അല്പം നമ്മുടെ നാട്ടിൽ കുറവുണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ഇപ്പം നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഉത്തര സംസ്ഥാനങ്ങളെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളോ കൂടുതലായി നമ്മുടെ നാട്ടിലും ഈ കമ്മ്യൂണലിസം, വർഗീയത വളർന്ന് പടരാനുള്ള സാധ്യത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു പക്ഷേ തൊട്ടടുത്തുള്ള സ്ഥാപനം കാണാൻ ഒരുപാട് സമയം പിടിക്കും. അയൽക്കാരന്റെ വീട്ടിലേക്ക് ചെല്ലാൻ തന്നെ ചിലപ്പോൾ നേരം വൈകും. പിന്നെ അവിടെ ആരെങ്കിലും മരിക്കുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം ഉണ്ടാകുമ്പോഴോ ഒക്കെ ആയിരിക്കും കാണാൻ പോകല്. അതുകൊണ്ടുള്ള ഒരു വൈകി എന്നേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ സദസ്സിൽ, ഈ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ, ബഹുമാനപ്പെട്ട ജബ്ബാറാജിയുടെ കൂടെ, മുസ്തഫ ഫൈസിയുടെ കൂടെ, ഡോക്ടർ റാഷിദ് ഗസാലിയുടെ കൂടെ, ഞങ്ങളുടെ ഹജ്ജ് ക്യാമ്പിലെ ഏറ്റവും നല്ല വളണ്ടിയർമാരിൽപ്പെട്ട ഒരാളായിട്ടാണ് ഞങ്ങൾ MC കുഞ്ഞാപ്പു സാഹിബിനെ കാണൽ. അദ്ദേഹത്തിന്റെ കൂടെ, മജീദ് ഫൈസിയുടെ കൂടെ, അതുപോലെ ബാലത്തിൽ ബാപ്പുവിന്റെ കൂടെ, മറ്റ് നേതാക്കന്മാരുടെ കൂടെ 40 വർഷത്തിന് ശേഷമാണെങ്കിലും ഇത് നമ്മളെ കമ്മുട്ടിയാക്കാന്റെ അല്ലേ? അതെ. അപ്പോ അവരുടെയൊക്കെ കൂടെ 40 കൊല്ലത്തിന് ശേഷമാണെങ്കിലും അൽഹംദുലില്ലാഹ് ഒരു പരിപാടിയിൽ സംബന്ധിക്കാനുള്ള ക്ഷണം കിട്ടിയപ്പോ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെ വന്നത്. യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെയാണ് വന്നത്. മറ്റൊരു പരിപാടി കൂടി നമ്മുടെ അടുത്ത നാട്ടിൽ പോകേണ്ടിയിരുന്നു, അവിടെ പോകാൻ പറ്റിയില്ല. ഞാനും ജബ്ബാറാജി ഞങ്ങൾക്ക് രണ്ടാക്കും പോകാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഇവിടെ വരാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഇത്തരം ഈ സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അതൊക്കെ സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ആ സൗന്ദര്യം അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന, മറ്റുള്ള മതക്കാർക്ക് നമ്മളെ തെറ്റിദ്ധരിക്കാനുള്ള അവസരം നൽകാത്ത, അങ്ങനെ സുന്ദരമായ ഇസ്ലാമിന്റെ ആ മുഖം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ കേന്ദ്രങ്ങളായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. മലബാറിന്റെ ചരിത്രം എഴുതിയ സ്റ്റീഫൻ ഡെയിൽ ആണെങ്കിലും മില്ലർ ആണെങ്കിലും 14-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച, കോഴിക്കോട് പ്രത്യേകം തന്നെ താമസിച്ച് ഒരുപാട് കാലം സമയം ചെലവഴിച്ച നമ്മുടെ ഇബ്നു ബത്തൂത്തയാണെങ്കിലും, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വില്യം ലോഗനാണെങ്കിലും അവരൊക്കെ എഴുതി വെച്ചൊരു വസ്തുത എന്താണെന്നറിയാമോ? ഈ മലബാറിന്റെ പ്രത്യേകത ഇവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അങ്ങേ അറ്റത്തെ പ്രാധാന്യം നൽകുന്ന ഒരു മനസ്സാണ്. വില്യം ലോഗൻ പൊന്നാനിയിലെ പള്ളിയെപ്പറ്റിയും അവിടുത്തെ മുതഅല്ലിമീങ്ങളെ പറ്റിയും അവിടുത്തെ ഉസ്താദുമാരെ പറ്റിയും ആ ദർസിൽ നിന്ന് പഠിച്ചു പുറത്തുപോയ 400-ലധികം പണ്ഡിതന്മാരെയും പഠനം നടത്തിക്കൊണ്ട് ഈ ഒരു സംവിധാനമാണ് മലബാറിൽ ഇത്രയും ഉന്നതമായ മതസൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വില്യം ലോഗൻ എഴുതി വച്ചത് എങ്കിൽ, അതേസമയം മില്ലറും സ്റ്റീഫൻ ഡെയിലും ഒക്കെ എഴുതി വച്ചത് കേരളത്തിലുടനീളം വടക്ക് മുതൽ തെക്ക് വരെ നിലനിൽക്കുന്ന ഈ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ ഈ കേരളത്തിന്റെ വലിയൊരു സവിശേഷതയാണ് എന്നും ജനങ്ങൾക്കിടയിലെ ഐക്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ അതാണ് എന്നും രേഖപ്പെടുത്തിയെങ്കിൽ, വളപട്ടണത്തിലെ ദർസിലെ മുതഅല്ലിമീങ്ങൾക്ക് ക്യാന്റീൻ ഒരുക്കിയ സംഭവം അടക്കം വിശദീകരിച്ചുകൊണ്ട് കോഴിക്കോട് ദർസിൽ ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനായ തൊർസൂസി അടക്കമുള്ളവർ വന്ന സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ഇബ്നു ബത്തൂത്ത കേരളത്തിലെ ദർസുകളുടെയും ഇസ്ലാമിക സ്ഥാപനങ്ങളുടെയും പ്രാധാന്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകാവസാനം വരെ ഈ കേരളത്തിനെ മാറ്റി നിർത്തുന്നത് നമ്മുടെ ഈ ഐക്യമായിരിക്കണം, സൗഹാർദ്ദമായിരിക്കണം, ഈ വിജ്ഞാന കേന്ദ്രങ്ങളായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തന്നെ നമ്മുടെ വിജ്ഞാന കേന്ദ്രങ്ങളെ മുഴുവൻ നിലനിർത്തി തരുമാറാവട്ടെ. ഈ കുഴിമണ്ണ പഞ്ചായത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്, ഒരൊറ്റ മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ കുഴിമണ്ണ പഞ്ചായത്തിന്റെ കേന്ദ്രം നമ്മുടെ കീശ്ശേരി അങ്ങാടി.
ആ കീശേരി അങ്ങാടിയിൽ ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി മുസ്ലിയാർ അല്ലാഹു തആല അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആ മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നത് ഈ കീശേരിയുടെ മാത്രമല്ല പഞ്ചായത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ വലിയ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ അനേകം സ്ഥാപനങ്ങൾ പോലും പരിസരങ്ങളിൽ പല സ്ഥലത്തും നടത്തുന്നുണ്ട്. ഈ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഈ 2 കിലോമീറ്റർ ഡയാമീറ്ററിലാണ് ഈ അൽ അൻസാർ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ തൊട്ടപ്പുറത്ത് ബഹുമാനപ്പെട്ട കീശേരി മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ പേരിൽ ഇസ്സത്തുൽ ഇസ്ലാം എന്ന നല്ല ഒരു സ്ഥാപനം ഇതുപോലെ പ്രവർത്തിച്ചു വരികയാണ്. കീശേരി അങ്ങാടിയിലേക്ക് ചെന്നാൽ പഴയ പള്ളിയായ ബദർ മസ്ജിദ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മസ്ജിദാണെങ്കിൽ ബഹുമാനപ്പെട്ട KP സുലൈമാൻ ഹാജിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട മസ്ജിദ് സുലൈമാൻ 4 നിലകളിലും നിസ്കാരത്തിന് പ്രത്യേകിച്ച് ജുമഅക്ക് ആളുകൾ നിറയുന്ന ഒരു രംഗമാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഈ കുഴിമണ്ണ പഞ്ചായത്തിലും നമ്മുടെ അങ്ങാടിയായ കീശേരിയിലും പരിസരത്തുമൊക്കെ ഉള്ളത്. അൽ അൻസാറും ഇസ്സത്തും ഈ ഉസ്താദുമാരും എല്ലാവരും ആ ഒരു രീതി തന്നെയാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ആ സമാധാനത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ അന്തരീക്ഷം ഖിയാമത്ത് നാൾ വരെ എല്ലാ നാട്ടിലും നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുക്കയും ലോകത്തൊക്കെയും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇന്ത്യ രാജ്യം ആര് ഭരിച്ചാലും, സംസ്ഥാനങ്ങൾ ഏത് മുന്നണിയാണെങ്കിലും, ഇനി ഏക പാർട്ടി ഭരണമാണെങ്കിലും അവർക്കൊക്കെ ഈ രാജ്യത്തെപ്പോഴും മാറ്റി നിർത്തുന്നത് നമ്മുടെ ഭരണഘടനയാണ് എന്ന ബോധമുണ്ടാകണം. ഈ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ഈ രാജ്യത്തെ സെക്യുലറിസവും അതുപോലെ തന്നെ ഫെഡറലിസവും അതുപോലെ തന്നെ സോവറിറ്റിയും ഡെമോക്രസിയും എല്ലാം ഊന്നിപ്പറയുന്ന ഭരണഘടനയാണ്. ഈ ഭരണഘടന പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഭരണം നടത്താൻ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്ക്, കേന്ദ്രം ഭരിക്കുന്നവർക്ക് എല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ മുഖമുദ്ര യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്, അഥവാ നാനാത്വത്തിൽ ഏകത്വം എന്നാണ്. രവീന്ദ്രനാഥ ടാഗോർ അതിനെ വിശദീകരിച്ചത് where the mind is without fear, where the head is held high, where the knowledge is free, where the world has not broken up into fragments with narrow domestic walls എന്നാണ്. ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, ഇതനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് പാർട്ടി ഭരിച്ചാലും, മുന്നണി ഭരിച്ചാലും, ആര് തന്നെ ഭരണം നടത്തിയാലും അതിനൊക്കെ ഉതകുന്ന ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഭരണം നടത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്നുകൂടി ബറാഅത്തിന്റെ രാവ് കൊണ്ട് അനുഗ്രഹീതമായ രാത്രിയിൽ ഈ അൻസാറിന്റെ സ്റ്റേജിൽ വെച്ച് സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും മദ്രത്തിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.